ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ട, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത്. വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല, ഇതുപോലെ ഈ ഒരെണ്ണം മാത്രം മതി. അപ്പോൾ ഈ ഒരെണ്ണം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് മധുരക്കിഴങ്ങിൻ്റെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സും ഒക്കെ പറഞ്ഞിരുന്നു വെള്ളത്തിലിട്ട് പുഴുങ്ങരുത് എന്ന്. അപ്പം ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങലില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടാണ് എടുത്തിരുന്നത്. പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങലില്ല, ആവിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വേവിച്ചെടുക്കലാണ്. ഒരു പ്രാവശ്യം ഞാൻ മധുരക്കിഴങ്ങിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ ഞാൻ തോല് കളഞ്ഞിട്ടാണ് ആവിയിൽ വേവിച്ചത്. ഇതിപ്പോൾ ഞാൻ തോലൊന്നും കളയുന്നില്ല കേട്ടോ. ഇങ്ങനെ വേവിച്ചതിന് ശേഷം വെന്തതിന് ശേഷം മാത്രം നമുക്ക് തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ ശരിക്കും വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ അങ്ങ് പോകും. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അത് പറഞ്ഞു തന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ്. ഇപ്പോൾ ഇതാ ഒരു കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം അടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ആവി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് ഒരു വിസിലിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വലിയൊരു കനത്തിലൊന്നും അല്ലല്ലോ, ചെറിയൊരു കനത്തിൽ ഇങ്ങനെ കട്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഒരുപാട് വ്യൂവൊക്കെ ഇപ്പോൾ ഒരുപാട് കുറവാണ്. അതുപോലെ തന്നെ ആരും ഒന്നും കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അത് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും തരണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാനും പറ്റുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 6-7 ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 10 വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് അത്ര ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് പഞ്ചസാരയിലും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈത്തപ്പഴം ചേർത്തിട്ടും ചെയ്തെടുക്കാം. അപ്പം ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തോലൊക്കെ കളഞ്ഞു പൊടിച്ചിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്തു. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മുഴുവനായി എടുത്തിട്ടില്ല കേട്ടോ. ഒരു 4 ചെറിയ പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ വേണ്ടെങ്കിൽ ഹോർലിക്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലേവർ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക, ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്താൽ മതി. ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇനി ബാക്കിയുള്ള പാല് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാട്ടോ. പുറത്തിരുന്ന് തണുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു തിക്കിലാണ് ഇത് നമ്മുടെ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏത് നട്ട്സാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. പീനട്ടൊക്കെ ആണെങ്കിലും ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയാണ്. ഇത് വലിയ ക്ലാസ്സിലായതുകൊണ്ട് ഏകദേശം ഒരു 2.5 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ഒരു 4 ഗ്ലാസ് 4.5 ഗ്ലാസ്സൊക്കെ കിട്ടും കേട്ടോ. ഏകദേശം ഒരു 5 ഗ്ലാസിൻ്റെ അടുത്ത് കിട്ടും.
അപ്പോൾ ഒരു വിരുന്നുകാർ വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഷേക്കാണ് ഇത്. നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നല്ല, അത്രയും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. വിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നെ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.